ഡെയ്മ ലൈഫ് ചെയ്യായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ കുഞ്ഞായിരുന്നു കുറച്ച് വീഡിയോ ഒക്കെ സൗണ്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇന്നൊരു ഡെയ്മ ലൈഫ് എടുക്കാം. വാ അമ്മേനെ കൊണ്ടാക്കിയിട്ട് വരാമേ. ശ്രീജമാമിയുടെ വീട്ടിൽ വന്നു. നമുക്ക് പോവാം. അതിനിടയ്ക്ക് ഇവിടെ ഒരു ചൂര, വലിയ ചൂര മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അല്ലു ചമ്മിപ്പോയി. ഇന്നിവിടെ ആൾക്കാരൊന്നും ഇല്ല. കൂട്ടുകാർ മിന്നു ശ്രാവണൊന്നും ഇല്ല. അവർ ഡാൻസിനും ട്യൂഷനും ഒക്കെ പോയി അങ്ങനെ ചമ്മി ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ അമ്മ ഇവിടെ ചായയും അപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് ചായ ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ എനിക്ക് ചായ ഇല്ല. അമ്മയ്ക്ക് ചായ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ചായ അമ്മ എപ്പോഴും ഇടാറുണ്ട്. എൻ്റെ അമ്മ ഇതാണ് അമ്മ. സോറി അല്ല, ഞാൻ ഇപ്പോൾ എവിടെ പോയാലും കുഞ്ഞേനെ അമ്മയിട്ട് വിളിക്കാം. എനിക്ക് രണ്ടമ്മയെന്നാണ് എല്ലാവരും വിളിച്ചേക്കണേ. കാരണം ഞാൻ എവിടെ പോയാലും കുഞ്ഞേനെ അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ കുഞ്ഞൻ്റെ അമ്മയാണെന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെ അല്ലല്ലോ. പിന്നെ ചായ ഇടുന്നു, തേയില ഇടുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്നും ഇടാൻ ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ തേയിലയും എനിക്കിഷ്ടമല്ല ഗൈസ്. പക്ഷെ കുഞ്ഞയ്ക്ക് ചായ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമുക്ക് ചായ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരെണ്ണം മതി. പൂസിനാണോ? അപ്പം ഞാൻ വെച്ചേരും. ഇത് കൊന്ന് സോറി. അപ്പോ ഉള്ളിക്കറി മുട്ട ഉണ്ടോ? മുട്ട മതിയാ? കറി മതിയാ? മുട്ട. എനിക്കൊരു മുട്ട. എനിക്ക് മഞ്ഞപ്പൊടി മാത്രം. എനിക്ക് മഞ്ഞപ്പൊടി മാത്രം ഇഷ്ടം. എനിക്ക് വൈറ്റ് മുട്ടയാണ് ഇഷ്ടം. ഇവിടെ വേറൊരാളിരിപ്പുണ്ട്. ഒന്നുമല്ല, വേറൊരു കളിക്കൂട്ടുകാരനാണ്. ഇവിടെ ആരംഭം കളിക്കുന്ന വേറെ കളിക്കൂട്ടുകാരാണ് അപ്പൂസ്. വാ വാട ഇടിക്കാതെ. അതെ, ഇത് അടുത്തൊരു ആളാണ് അല്ലുവിൻ്റെ ഒരു കൂട്ടുകാരൻ. ഇവിടെ 3 പേരാണ് ഉള്ളത് അല്ലുവിന് കളിക്കാൻ. മിന്നു, ശ്രാവൺ, അപ്പൂസ്. മിന്നു ശ്രാവണും ഇവിടെ ഉള്ളവർ. രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല. മിന്നു ഡാൻസിന് പോയി, ശ്രാവൺ ഹിന്ദി ക്ലാസ്സിന് പോയി. അപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ. കാപ്പി കഴിച്ചാടാ? അപ്പം വേണോ? അത് അതുകൊണ്ട് അപ്പം കഴിച്ചൂടെ? ഒരപ്പം കഴിക്കടാ. അത് വേറെ. ഇതെന്ന് പറയുന്നത് മീനാൻറ്റിയാണ്. മീനാൻറ്റിയാണ് എന്നും ഇവിടെ മീൻ കൊണ്ടുവരുന്നത്. അപ്പം മീനെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മീനാൻറ്റി ഇവിടെ വന്നിട്ട് മീനെല്ലാം കട്ട് ചെയ്ത് തരും. അപ്പം നേരത്തെ പുറത്ത് വെച്ചിരുന്ന ചൂരയില്ലേ, അത് മീനാൻറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഇരിക്കുന്ന സൈഡിലിരിക്കുന്ന പൂച്ചയ്ക്കും കൊടുക്കും കുറച്ച്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കാണാമോന്നറിയില്ല. മഴയാണ് ഗൈസ്, നല്ല മഴയാണ്. ഇവിടെ പോസ്റ്റ് അടിച്ച് കിടക്കുന്ന ഞാൻ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ലു ഇപ്പോഴത്തെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലുവിനെ വീട്ടിൽ അവിടെ ആക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് എനിക്കിനി കഴക്കൂട്ടത്ത് പോകണം. അപ്പം അതിന് വേണ്ടി റെഡിയാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി റെഡിയായിട്ട് കഴക്കൂട്ടം വരെ പോകണം.
റെഡി ആയിട്ട് കാണാം. അപ്പം ഞാൻ ദേ റെഡിയായി. ഇനി അല്ലുവിനെ പോയി അവിടെ നിന്ന് എടുക്കണം. അവളെയും കൂട്ടിയിട്ട് കഴക്കൂട്ടത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് അവളെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം എന്തായാലും ഇനി അല്ലുവിനെ പോയി എടുത്തിട്ട് കഴക്കൂട്ടത്ത് പോകും. കഴിച്ചില്ലല്ലേ? ഒരു കാര്യം സമയത്ത് സാധനം എടുത്ത് വെച്ചിട്ട് തരാൻ പറഞ്ഞപ്പോൾ തരൂല. നിങ്ങൾ രണ്ടൊരു ഒറ്റക്കെട്ട്. അവൻ ഒറ്റ അല്ലേ? നിങ്ങൾ അവനെ കളിക്കാൻ കൂട്ടുമില്ല. ഒന്നെങ്കിലും വന്നാൽ നിങ്ങൾ രണ്ടൊരു ഒറ്റക്കെട്ട്. അവനെ ഒറ്റയ്ക്കാക്ക്. വിളിക്കുന്നു ചോറ് ചോറ്. പാവം, വിശപ്പ് തീരെ ഇല്ലാത്ത പോയി ചെല്ലടാ. പോയി ചോറ് വാങ്ങിച്ചിട്ട് പോ. ചെല്ല് ചെല്ല്. ഞാനും പോണു. ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ എന്തായാലും അച്ഛൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.